ചോറ്റാനിക്കരയിൽ നിന്നും നമുക്ക് സമാനമായ മനസ്സിനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. ക്രൂരപീഡനത്തിനിരയായി മരിച്ച പോക്സോ കേസ് അതിജീവിതയായ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ 9 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 3 മണിക്ക് തൃപ്പൂണിത്തുറ നടമേൽ പള്ളിയിലായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് ഓരോന്നും അതിക്രൂരമായ ആക്രമണത്തിന്റെ അല്ലെങ്കിൽ അത്തരം വാർത്തകളാണ്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്നതായിരുന്നു 19 വയസ്സുകാരിയായ ഒരു കുട്ടി, അതും 14 വയസ്സിൽ ഒരു പോക്സോ കേസിൽ വിക്ടിമായിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടി ഇത്രയേറെ ക്രൂരമായ മർദ്ദനത്തിനിരയായി വെന്റിലേറ്റർ സഹായത്തിൽ ജീവൻ നിലനിർത്തുന്ന ഒരു വാർത്ത. ആ കുട്ടിയാണ് ഇന്നലെ മരിച്ചത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്രമാത്രം നിർണായകമായിരിക്കും? കാരണം എത്രത്തോളം ക്രൂരമായ പീഡനം ഈ കുട്ടിക്ക് ഏറ്റിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ. എത്ര നിർണായകമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ശ്രീജ, കഴിഞ്ഞ ദിവസം ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാണ് കൂടുതൽ വകുപ്പുകൾ അനൂപിനെതിരെ ചുമത്തേണ്ടെന്ന സാഹചര്യം കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ വധശ്രമത്തിനും കൊലപാതകത്തിനും പെൺകുട്ടി മരിച്ചതോടെ, ഇതുവരെ വധശ്രമത്തിനായിരുന്നു കേസെടുത്തത്. പെൺകുട്ടി മരിച്ചതോടെ അത് കൊലപാതകത്തിനും അതുപോലെ തന്നെ ബലാത്സംഗത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയുമായി കഴിഞ്ഞ ശനിയാഴ്ചയാണ് അനൂപ് പെൺകുട്ടിയുമായി തർക്കത്തിലാകുന്നത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ ശേഷം പെൺകുട്ടിയുമായി തർക്കത്തിലാവുകയായിരുന്നു. ഈ തർക്കത്തെ തുടർന്നാണ് പെൺകുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. തുടർന്ന് ചത്തൂടെ എന്ന് അനൂപ് ചോദിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ അനൂപുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അനൂപിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇത്തരം സാഹചര്യമാണ്. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ കഴുത്തിൽ മുറുക്കിയ ഷാൾ മുറിച്ച് അനൂപ് നിലത്തേക്കിടുകയും അതിനുശേഷവും പെൺകുട്ടിയെ മർദ്ദിച്ചുവെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷമാണ് അനൂപ് അവിടെ നിന്നും പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി, ശനിയാഴ്ച മുതലുള്ള 4 ദിവസങ്ങളിലായി പെൺകുട്ടി അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. 6 ദിവസങ്ങളിലായി പെൺകുട്ടി അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത്. അതായത് അതിനുശേഷം ആ പെൺകുട്ടിക്ക് സംസാരിക്കാനോ അതല്ലെങ്കിൽ അതിന്റെ ഏത് സാഹചര്യത്തിലേക്കാണ് പോയതെന്നോ എന്നുള്ള ഒരു തരത്തിലുള്ള റെസ്പോൺസും എത്താത്ത തരത്തിലേക്ക് തന്നെ ആ പെൺകുട്ടി അത്രയും വലിയ ആഘാതത്തിലേക്ക്, അത്രയും വലിയ ക്രൂരമായ പീഡനത്തിന് ആ കുട്ടി ഇരയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിന് 8 മണിയോടുകൂടി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പള്ളിയിൽ സംസ്കരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക്. എത്ര തവണ ഞെട്ടിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഞെട്ടുന്നു എന്നൊക്കെ പറയേണ്ടി വരും എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. പക്ഷേ വീണ്ടും 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 കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം വാർത്തകൾ തന്നെ പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നു എന്നത് അത്യന്തം ദുഃഖകരം കൂടിയാണ്. ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ചു. ചെന്നിത്തല സ്വദേശി രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ വൃദ്ധ ദമ്പതികൾ എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇരുവർക്കും ഏതാണ്ട് 92 വയസ്സാണെന്നാണ് അറിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ഞങ്ങളുടെ വന്ന സമയത്ത് ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീട് മൊത്തത്തിൽ കത്തി നിൽക്കുകയാണ്. അപ്പം ഫയർഫോഴ്സ് വരപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. അത് തീയെല്ലാം കെടുത്തി നോക്കിയതിനു ശേഷം അപ്പൂപ്പനും അമ്മയും കിടന്നിടത്ത് തന്നെ കത്തി കിടക്കുമായിരുന്നു, മരിച്ചു തന്നെ കിടക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പം എല്ലാം തീയെല്ലാം കെടുത്തിട്ട് അവരിപ്പോൾ കൂടി റിക്കവറി കണ്ടിരിക്കുകയാണ്. അപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നെങ്കിൽ ഇവരുടെ മോനാണെന്ന് വെച്ചാൽ അമ്മമ്മയ്ക്ക് 5 മക്കളുള്ളതിലെ ഒരാളാണ്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. അതിൽ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ട്. നമ്മൾ ചെയ്തെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പം നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിന് 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ലുകയും കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നും വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളിയാ ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. വിജയൻ എന്നാണ് ആളുടെ പേര്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, 92 വയസ്സുള്ള വൃദ്ധർ, അതായത് ഒരു
തീ കണ്ടാൽ എണീറ്റ് ഓടാൻ പോലും പറ്റാത്ത അത്ര ദുർബലരും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ ഉള്ളവരുമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു രണ്ട് മനുഷ്യർക്കെതിരെ ഇങ്ങനെ ഒരു ക്രൂരത ഈ മകൻ തന്നെ ചെയ്തതാണെന്നാണോ നാട്ടുകാരൊക്കെ ഇപ്പോൾ പറയുന്നത്? ഏറെക്കുറെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ 3:30 ഈ സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെ 3:30 ചെന്നിത്തല കോട്ടമുറി കൊറ്റോത്ത് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി ഇവർ താമസിക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് പുക ഉയരുന്നതായി അയൽപക്കത്തുള്ള ആളുകൾ കാണുന്നു. തുടർന്നാണ് തീ അണക്കുന്നതിന് വേണ്ടി അവരെത്തി. അപ്പോൾ വീട് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലായിരുന്നു. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന മകൻ വിജയനെ അവിടെ കാണുന്നില്ലായിരുന്നു. അവരുടെ സൈക്കിൾ അടക്കം മാറ്റിയതായി പിന്നീട് നാട്ടുകാർ നടത്തിയ തെരച്ചിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വിജയനെ മാന്നാർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഈ മരണപ്പെട്ട ആളുകൾക്ക് രാഘവന് 92 വയസ്സും ഭാരതിക്ക് 90 വയസ്സുമാണുള്ളത്. ഈ വൃദ്ധ ദമ്പതികളാണ് ഇന്ന് ഈ മാന്നാറിൽ ഇത്തരത്തിൽ വീടിന് തീയിട്ട് മരണപ്പെട്ടിരിക്കുന്നത്. കൊലപാതകമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. വിജയൻ വീടിന് തീ വയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ്. അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഉടൻ തന്നെ FIR ഇടും എന്നുള്ളതാണ്, കൊലപാതകത്തിന് FIR ഇടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാന്നാർ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അയൽവാസിയും നമ്മളിപ്പോൾ കണ്ട പ്രതികരണം എന്ന് പറയുന്നത് അയൽവാസിയും ബന്ധുവുമായ ആളുടെ പ്രതികരണമാണ് കണ്ടത്. ഈ വിജയൻ നിരന്തരം ഇവരെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിജയൻ ഉപദ്രവിച്ചതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് ഈ ദമ്പതികൾ രാഘവൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. രാഘവന്റെ കൈക്കാണ് ഈ ഇത്തരത്തിൽ പരിക്കേറ്റിരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവങ്ങൾ, അതായത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരിടമാണ് ഇത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ചെങ്ങന്നൂർ DYSP ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ്. അദ്ദേഹം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി മാറ്റി. അല്പസമയത്തിനകം തന്നെ ഈ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് FIR വീഴും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്. ഈ കഴിഞ്ഞ മാസമാണ് ഇയാൾ പിതാവിന്റെ കൈ തല്ലി ഒടിച്ചത്. അതിനുശേഷം പിന്നീട് വീണ്ടും മകൻ ഉപദ്രവിച്ചിരുന്നതായി രാഘവൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഇന്ന് മകൻ വിജയനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മകൻ ഇന്നലെ രാത്രി മകൻ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അയൽപക്കത്തുള്ള ആളുകളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അയൽവാസികൾ ആണ് ആദ്യം ഈ വീടിന് തീ പടരുന്നത് കണ്ടത്. തുടർന്ന് അവർ മോട്ടറും മറ്റും ഒക്കെ ഉപയോഗിച്ച് വെള്ളമൊഴിച്ച് കെടുത്തുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് കൂടി എത്തി. പക്ഷെ അപ്പോഴേക്കും ഈ 2 പേരും പൂർണ്ണമായി തീപിടുത്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. മൃതദേഹങ്ങൾ അത്തരത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ശ്രീജ, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന്. ആലപ്പുഴ മാന്നാറിൽ 92 വയസ്സുള്ള രാഘവനും ഭാര്യ ഭാരതിയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ ചില കുടുംബ തർക്കങ്ങളാണ് ഇങ്ങനെയൊരു ക്രൂര കൃത്യത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരണ്യ, ഈ നാട്ടുകാരൊക്കെ ഇയാളെ പറ്റി എന്താണ് പറയുന്നത്? നമുക്ക് അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഈ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്യാൻ തക്ക മനസ്സുറപ്പുള്ള ഒരാൾ, അങ്ങനെ ഒരാളാണോ ഈ മകൻ? തീർച്ചയായിട്ടും ശ്രീജ. കാരണം 1 മാസം മുമ്പ് ഈ രാഘവന്റെ കൈ വിജയൻ തല്ലി ഒടിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസിനകത്തും പോലീസിൽ പരാതി നൽകുകയും വിജയനോട് ഹാജരാകുവാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞ് ഇരിക്കുകയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതാണ്. പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് മറ്റു വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ 1 മാസം മുമ്പ് അച്ഛന്റെ കൈ തല്ലി ഒടിക്കുന്നു, ആ ഒരു പരാതി നിലനിൽക്കുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ പോലീസ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവത്തിൽ രാഘവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഇന്ന് ഹാജരാകാൻ, ആ സ്റ്റേഷനിലേക്ക് ഇന്ന് ഹാജരാകാനായി ഈ വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു.
അതിനിടയിൽ ഇന്ന് സ്റ്റേഷനിൽ എത്തേണ്ട ദിവസമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ ദാരുണമായ സംഭവങ്ങൾ മാന്നാറിലെ ഈ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ നിരന്തരം അക്രമ സ്വഭാവം ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനകത്ത് ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധിച്ച് മടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവർക്ക് 5 മക്കളാണ്. ഈ മരണപ്പെട്ട രാഘവനും ഭാരതിക്കും ഉള്ളത്. ഇതിൽ 3 പേർ മരണപ്പെട്ടു. ഒരു മകളും ഇനി വിജയനും മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ മകൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. വിജയനാണ് ഇവർക്കൊപ്പം താമസിക്കുന്നത്. ഇന്നലെയും ഇയാളെ കണ്ടിരുന്നു, ഇന്നലെ രാത്രിയും ഇയാളെ കണ്ടിരുന്നുവെന്ന് അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇയാളുടെ സൈക്കിൾ ഉൾപ്പെടെ കാണാനില്ല. ഒരു കസേരയുമായി ഇയാൾ പോകുന്നത് വഴിയിൽ കണ്ടു എന്ന് നാട്ടുകാർ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും ആത്മഹത്യ ശ്രമമോ കാര്യങ്ങളോ ആണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഇപോലെ അയാൾക്ക് പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഏറെക്കുറെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവം രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത്. അത് ഒരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത്.